ഹായ് ഓൾ, ട്രാവൽ നോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജിതിൻ. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നേക്കുന്നത് പിറവത്തുള്ള ലീനാസ് മഷ്റൂം ഫാമിലേക്കാണ് വന്നേക്കുന്നത്. നമ്മുടെ ജിത്തു ചേട്ടൻ്റെ ഫാമിലേക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ ഈ വിശേഷങ്ങളും ഇവിടുത്തെ കാഴ്ചകളും ഒക്കെ ആയിരിക്കും നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ ഇതാണ് നമ്മുടെ ജിത്തു ചേട്ടൻ്റെ ആണ് ഈ ഫാം. ജിത്തു ചേട്ടനെ എനിക്ക് കുറേ വർഷങ്ങളായിട്ട് എനിക്കറിയാം. അപ്പോൾ ജിത്തു ചേട്ടൻ ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ ജിത്തു ചേട്ടൻ്റെ ഈ ഒരു എപ്പോഴും എന്നാ പറയുന്നത്, ജിത്തു ചേട്ടൻ ഇതിനു വേണ്ടി തന്നെ കുറേ കാര്യങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്താണ് ഈ ഒരു കുറേ വർഷത്തെ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു രീതിയിൽ ഫാം എല്ലാം സെറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതുപോലെ ഫാം യൂണിറ്റ്, ഇത് 4ാമത്തെ ഫാം യൂണിറ്റാണ്. ഇതുപോലെ തന്നെ ഇവിടെ 5 ഫാം യൂണിറ്റ് ആണുള്ളത്. അങ്ങോട്ടേക്കെല്ലാം ഫാമിൻ്റെ യൂണിറ്റ്സ് ആണ്, പല യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതിനകത്തെല്ലാം ബെഡ്സ് ഇട്ടേക്കുവാണ്. ഇതിനെല്ലാം ആ ഒരു രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇത് വെളിയിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് കവറിങ്ങും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് ഈ ഒരു ഫാം സെറ്റ് ചെയ്തെടുത്തേക്കുന്നത്. ജിത്തു ചേട്ടാ, ഇതെങ്ങനെയാണ് ഈ ഒരു സംഭവം? ഇത് നമ്മൾ മറ്റേ ടോപ്പ് സ്പോണിങ് ചെയ്ത് വേറൊരു മെത്തേഡ് ചെയ്തേക്കണതാണ്. പുതിയൊരു മെത്തേഡ്. ഹൈ ഇന്റൻസിറ്റി ആയിട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തേക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഇടാനുള്ള കാരണം എന്താണ്? കൂടുതൽ സ്പേസ് നമുക്ക്. ഓക്കെ, സ്പേസ്. അപ്പം ഇത് നോർമലി ഇങ്ങനെ ഉറികെട്ടിയാണ് സാധാരണ ഇത് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇങ്ങനെയും എന്താ ചെയ്യുന്നുണ്ട് ജിത്തു ചേട്ടനൊക്കെ. പല വെറൈറ്റീസ് ഓഫ് മഷ്റൂംസ് ആണ് ഇവിടെ ഉള്ളത്. ജിത്തു ചേട്ടാ, എന്തൊക്കെ മഷ്റൂംസ് ആണ് നമ്മളിവിടെ പ്രൊഡക്ഷൻ ഉള്ളത്? ഓയിസ്റ്റർ മഷ്റൂം. ഓക്കെ, ഇതാണ് ഓയിസ്റ്റർ മഷ്റൂം അല്ലേ? ഓക്കെ, കൂടുതലും ഓയിസ്റ്റർ മഷ്റൂം ആണോ? 95% ഓയിസ്റ്റർ തന്നെയാണ്. ഓക്കെ, കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. ഇപ്പൊ ഇതിപ്പോ ഗ്യാനോഡർമ കിടപ്പുണ്ട് ഇതിന്റെ അകത്ത്. ഗ്യാനോഡർമ. പിന്നെ ഇത് എന്താ എഡിബിൾ ആണോ? അല്ലല്ലോ, ഇത് എഡിബിൾ ആണ്. പക്ഷെ ഇത് ഡയറക്ട്ലി ഇങ്ങനെ കറി വെക്കാനല്ല, മെഡിസിനൽ പോലത്തെ മെഡിസിനൽ. ഓക്കെ, മെഡിസിനൽ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണ്. ഡ്രൈ ചെയ്തിട്ട്. ഓക്കെ, ഡ്രൈ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിപ്പം ഇവിടുത്തെ ഇതിന്റെ മാർക്കറ്റ് ഇവിടെ തന്നെയാണോ? മാർക്കറ്റ് ഇപ്പൊ ചില ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, കുറച്ച് വിത്തിനൊക്കെ വേണ്ടി ചെയ്യുന്നതാണ്. വലിയ രീതിയിലാണ്. ഓർഡേഴ്സ് ഒന്നും ഇല്ല. ഫോൺ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. ഓക്കെ. മേളിലൊക്കെ ഇടുന്ന സംഭവം എന്താണ്? അത് അലുമിനിയം ബബിൾ ഫോയിലാണ്. അലുമിനിയം ബബിൾ ഫോയിൽ. ചൂട് കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ചൂട് കുറയ്ക്കാനായിട്ട് ഇട്ടേക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് മൊത്തം ഇത് ചെയ്തേക്കുന്നത് അലുമിനിയം ബബിൾ ഫോയിലാണ് ചെയ്തേക്കുന്നത്. ഇതുപോലെ തന്നെ എക്സോസ് ഫാൻ 3 എണ്ണം, വലിയ 3 എക്സോസ് ഫാനാണ് ഈ ഫാമിൻ്റെ അകത്ത് വെച്ചേക്കുന്നത്. സംഭവം കൂളിംഗ് പാഡ്സ് അല്ലേ? ഇതിന്റെ റീസൺ എന്താണ്? ഈ ഒരു ഫാമിന് ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ചെയ്ത് അതെ. ഇവിടെ തന്നെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു കൂളിംഗ് ഉണ്ട്. അപ്പോൾ ഇത് പൊതുവെ ഈ ഒരു ഗ്രോ ചെയ്യണമെങ്കിൽ എന്ത് കണ്ടീഷനാണ് വേണ്ടിയത്? 25 ഡിഗ്രി ടെമ്പറേച്ചർ ആണ് ആയിട്ട് പറയുന്നത്. മഴക്കാലം മഴ പെയ്യുന്ന കണ്ടീഷൻ. ഓക്കെ, പിന്നെ ഒരു നല്ല എയർ ഫ്ലോ ഉണ്ടാവണം. ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാൻ പാടില്ല. ഓക്കെ, ഇതൊക്കെയാണ് എൻ്റെ മെയിൻ. പിന്നെ ഹൈ ഹ്യൂമിഡിറ്റി വേണം അല്ലേ? ഓക്കെ. അപ്പോൾ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്താണ് ഈ ഒരു ഫാം നിലനിർത്തിയേക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ അറ്റത്ത് എനിക്ക് തോന്നുന്നു ആ ഒരു ഫാൻ വെച്ചേക്കുന്ന ഈ ഒരു എയർ സർക്കുലേഷന് വേണ്ടിയാണ്. അതെ. ഓക്കെ, ചെയ്തേക്കുന്നത്. ഓക്കെ. എയർ ടൈറ്റ് ആണ്. ഓക്കെ, പാടിക്കൂടെ മാത്രമേ എയർ കയറുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് കൂളിംഗ് ഉണ്ടാവുന്നത്.
ഓക്കെ, അപ്പോൾ നമുക്ക് ജിത്തു ചേട്ടാ എത്രയാണ് നമ്മുടെ ഈ ഒരു ഫാമിൽ എത്ര പ്രൊഡക്ഷൻ ആണ് നമുക്കുള്ളത്? ഏതാണ്ട് ഒരു ഇതുപോലത്തെ 5000 ബാഗ്സ് ആണ് ഈ ഫാമിൽ കിടക്കുന്നത്. ഓക്കെ, 25,000 കിടക്കും. അതിലേക്ക് ആ ടെക്നോളജി ഓക്കെ, ഇതാണെങ്കിൽ 25,000 നമുക്ക് ഇടാനായിട്ട് സാധിക്കും. ഫുൾ ഫ്ലെജ് അതിലേക്ക് പോയിട്ടില്ല. ഓക്കെ, ഇത് 25,000, ഇത് 5,000 കിടക്കും. 5,000. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതിന്റെ എത്ര ഏരിയ ഉണ്ട് ഈ ഒരു ഫാം? 1200 സ്ക്വയർ ഫീറ്റ് ഉള്ള ഫാമാണ്. അപ്പം നമുക്ക് 5 ഫാം ഉണ്ട് ഇതുപോലത്തെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം 20,000 ബാഗ് തവണ പറയാം. ഓക്കെ, 20,000 ബാഗ്സ് അല്ലേ? ഏതാണ്ട് ഒരു 100 to 120 kg per day production. ഓക്കെ ഓക്കെ. ഇങ്ങനെ നമ്മളിങ്ങനെ ഇടുമ്പോഴേ ഇതാണ് കൂൺ വന്ന് നിൽക്കുന്നത്. ഇത് എത്ര ദിവസം ടൈമാണ് എടുക്കുന്നത് ഈ ഒരു കൂൺ ഇങ്ങനെ ഒരു രീതിയിൽ? ഈ ഒരു മുട്ടീന്ന് ഇവിടം വരെ വരാൻ ഒരു 3 ദിവസം മതി. ഓക്കെ, പറിക്കാറായ മഷ്റൂംസാ. ഓക്കെ, ഇവിടുന്ന് ഇവിടം വരെ എത്താൻ 3 ദിവസം മതി. 3 ദിവസം മതി. ഓക്കെ, 2.5-3 ദിവസം. പക്ഷേ ഇത് ബെഡ് ഇങ്ങനെ ആയി വരാൻ വേണ്ടി നമുക്കൊരു 20 to 30 days എടുക്കും. 20 to 30 days എടുക്കും. ഇതുപോലെ ഒരു തവണ മഷ്റൂം വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു 20 days കഴിയുമ്പോൾ വീണ്ടും ഒരു തവണ വരും. അങ്ങനെ ഒരു 4 to 5 times വരെ ഒരു ബെഡിൽ നിന്ന് വരും. ഓക്കെ ഓക്കെ ഓക്കെ, റൈറ്റ്. ഓക്കെ, ഇത് വേറെ രീതിയിലാണ് ഇവിടെ ഇട്ടേക്കുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നത് ജിത്തു ചേട്ടാ ഇതിന്റെ അകത്ത് ക്യാപ്പിന്റെ അകത്തുനിന്ന് മാത്രമേ വരത്തുള്ളൂ മഷ്റൂം. ക്യാപ്പിൽ കൂടെ മാത്രമേ എയറേഷൻ ഉള്ളൂ, അപ്പോൾ അതിലെ കൂടെ മാത്രമേ വരുള്ളൂ. ഓക്കെ, ഇവിടെ ലെയർ സ്പോണിങ് ഉപയോഗിക്കുന്നത്, ഇവിടെ ടോപ്പ് സ്പോണിങ് ഉപയോഗിക്കുന്നത്. ഇതില് ഈ രണ്ടും സോഡസ്റ്റിന് ഇതിൻ്റെ അകത്ത്. പക്ഷെ ഇത് കുറച്ചുകൂടി ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താ കുറച്ചുകൂടി ന്യൂട്രീഷൻ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ സ്പേസ് മാനേജ്മെന്റ് പറ്റുന്നുണ്ട്. അതെ, അധികം ഒത്തിരി നമുക്ക് ബാഗ്സ് ഇടാൻ പറ്റുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് ഫാം ഹൗസിന് ഈ ഒരു മെത്തേഡ് പോകാൻ പറ്റത്തില്ല. ഓക്കെ, എന്താ പറയുക, കുറെ കംപ്ലൈൻസ് ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ്. പ്രോപ്പർ ഒരു ഓട്ടോക്ലേവ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് പോകാൻ പറ്റുള്ളൂ. നമുക്കൊരു ട്രീറ്റ്മെന്റ് ഇതൊക്കെ ഒരു 12 hour-എങ്കിലും നമ്മൾ ഇത് ഈ ട്രീറ്റ്മെന്റ് ചെയ്തെടുത്തേക്കണ ബാഗ്സ് ആണ്. പക്ഷെ ഇതിൽ അത്രയും റിസ്ക് ഇല്ല. ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഇതാണ്. ഇതിന്റെ അകത്ത് നമുക്ക് ഏകദേശം എത്ര കിലോ അല്ലെങ്കിൽ എത്ര ഗ്രാം നമുക്ക് കിട്ടും? മഷ്റൂംസ് ആണ് ഇതിന്റെ. ഓക്കെ, ഇതിന്റെ അകത്ത് നമുക്ക് ആവറേജ് 1 kg മഷ്റൂം ആണ് ഇതിന്റെ അകത്ത് നമുക്ക് ലഭിക്കുക. എത്ര ദിവസം കൊണ്ടാണ്? അതായത് ഇപ്പൊ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ 18 to 20 days എടുക്കും അല്ലേ? ഫസ്റ്റ് ഈൽഡ് കിട്ടും. അത് കഴിഞ്ഞാൽ ഒരു 120 days വരെയൊക്കെ നമുക്കിത് പോകും. ഓക്കെ ഓക്കെ, 120 days വരെ നമുക്കിത് പോകും. ഓക്കെ, ഏകദേശം ഇത് ഒരു 4 തവണയും കൊണ്ടാണ് നമുക്കൊരു 1 kg മഷ്റൂം കിട്ടുന്നത്, ലഭിക്കുന്നത്. ക്ലൈമറ്റ് ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ അതിൽ കൂടുതൽ കിട്ടും. നല്ല ചൂടൊക്കെയാണ് ചിലപ്പോൾ 1 kg എന്നുള്ളത് ചിലപ്പോൾ 75 grams-ലേക്ക് 750 ഗ്രാമിലേക്ക്. ഓക്കെ, അതായത് കണ്ടീഷൻസ്, അതായത് ഈ പറയുന്ന ഈ കണ്ടീഷൻസ്, അതായത് ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ എല്ലാം, എയർ ഫ്ലോ, ഇതെല്ലാം കറക്റ്റായിട്ട് വരുവാണെങ്കിൽ കൂടുതൽ ഈൽഡ് കിട്ടും. അപ്പോൾ ഇത് ഒത്തിരി എന്നാ പറയുന്നത്, ഇത് ഒത്തിരി പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ എക്സ്പീരിമെൻ്റ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ആരെങ്കിലും തുടങ്ങാനായിട്ടും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അറ്റ് എ ടൈം നിങ്ങൾ ഇത് തുടങ്ങുകയല്ല ചെയ്യുന്നത്. ഇവിടെ ജിത്തു ചേട്ടൻ ക്ലാസ്സും ഇവിടെ എടുക്കുന്നുണ്ട്, ക്ലാസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്കൊരു മഷ്റൂം ഫാമിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ജിത്തു ചേട്ടാ, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, ഇങ്ങനത്തെ ഒരു ഫാം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇത് തുടങ്ങാനായിട്ട് സാധിക്കുമോ? ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഒരു ബിസിനസ് ആയിട്ട് ചെയ്യുന്നതിന് ആദ്യം ട്രയലാണ് ചെയ്യേണ്ടത്, പഠിക്കാന്നുള്ളതാണ് എൻ്റെ അടുത്ത് പറയുന്നത്. ഒരു 6 months, ഒരു 1 year ഒക്കെ നമ്മൾ ചെറിയ രീതിയിൽ ചെയ്യാം. ഉള്ള സ്പേസിൽ നമ്മൾ വീട്ടിൽ ചെറിയ ഒരു കിച്ചൺ ഗാർഡിൽ ചെയ്യുന്ന പോലെ ഒരു 2 ബാഗ് 4 ബാഗ് അങ്ങനെ ഒരു 50 ബാഗൊക്കെ നമുക്ക് ട്രയൽ ഓടിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് നമുക്ക് സ്കെയിൽ ചെയ്ത് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സ്കെയിലിങ്ങിലേക്ക് ആദ്യമേ കുറേ പൈസ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് സ്കെയിൽ ചെയ്യുമ്പോൾ നഷ്ടം വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് പഠിച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വീട്ടിൽ ചെയ്യണമെങ്കിൽ തന്നെ ഇവിടെ ക്ലാസ്സസ് കൊടുക്കും. അതുപോലെ തന്നെ ലീനാസ് മഷ്റൂംസിന് മഷ്റൂം ഫാം പ്രോഡക്ട്സും നൽകുന്നതാണ്. നിങ്ങൾക്ക് വീട്ടിൽ ചെയ്ത് പഠിക്കാനായിട്ടും അങ്ങനെ ചെയ്യാനായിട്ടുള്ള പ്രോഡക്ട്സും ഇവിടെ നിന്ന് ലഭിക്കും. അതും നമുക്ക് വഴിയെ പരിചയപ്പെടാം. വിളവെടുക്കാനായിട്ട് പോവാണ്.
ഞാൻ കൂൺ പറിക്കാനായിട്ട് പോവാം. ഞാൻ ആദ്യമേ പറിച്ചു. ഇത് ലീനാസ് മഷ്റൂമിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. ഈ പ്രോഡക്റ്റ് നമുക്ക് വീട്ടിലും ചെയ്യാൻ പറ്റുന്ന. എങ്ങനെയാണ് ചേട്ടാ ഇതിൻ്റെ പരിപാടി എങ്ങനെയാണ് ഒന്ന് പറയാം? ഇത് ശരിക്കും റെഡി ടു ഗ്രോ കിറ്റാണ്. നമ്മൾ ഗ്രോ റൂം എന്ന് പേരിട്ട് വിളിച്ചാൽ റെഡി ടു ഗ്രോ കിറ്റാണ്. നമ്മൾ അകത്ത് കണ്ട ബാഗ് തന്നെയാണ് ഈ സംഭവം. ഇത് നമ്മുടെ വീടുകളിൽ മഷ്റൂം ഫാമിംഗ് എന്താണെന്ന് അറിയില്ലാത്തവർക്കൊന്ന് തുടങ്ങാൻ വേണ്ടി, പ്രത്യേകിച്ച് പിള്ളേർക്കൊക്കെ ഒരു എന്താ പറയുക, നമുക്ക് ഒരു ചെടി വാങ്ങിച്ച് വളർത്തുന്ന പോലെ ഒരു ഫംഗൽ കിണ്ടത്തിലേക്ക് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് നമ്മൾ വെക്കുന്നൊരു സംഭവമാണ്. ജസ്റ്റ് വീട്ടിൽ ചെന്നിട്ട് ഇതിൻ്റെ അകത്ത് ഒരു കട്ട് ചെയ്യുക, ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. കട്ട് ചെയ്യാൻ പറ്റും. ഇതിവിടെ നമ്മൾ ഈ പ്രിപ്പറേഷനിൽ കൂടെ നമ്മളിങ്ങനെ ഇതിങ്ങനെ കീറിയെടുക്കാം. ഓക്കെ കീറി എടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബ്ലേഡ് കൊണ്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഈ പ്ലാസ്റ്റിക് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തൊരു 10 to 20 ഡേയ്സിൽ ക്ലൈമറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നല്ല ക്ലൈമറ്റ് ഒക്കെയാണ് 10 days കൊണ്ട്, അല്ലെങ്കിൽ ചൂടൊക്കെ ആണെങ്കിൽ 20 to 30 days വരെ നീണ്ടുപോകും. അങ്ങനെ ഒരു തവണ കിട്ടും. അങ്ങനെ ഒരു 3 തവണ ഇതിൻ്റെ അത് മഷ്റൂം കിട്ടും. അതൊരു വലിയൊരു ഹെവി പ്രൊഡക്ഷൻ പ്രതീക്ഷിക്കരുത്. പക്ഷേ നിങ്ങൾക്കൊരു സ്റ്റാർട്ടിങ് ഒരു ഹോം പർപ്പസ് എന്നല്ല, ഒരു മഷ്റൂം എന്താണെന്ന് അറിയാനൊരു സംഭവം, അത്രയേ ഉള്ളൂ. ഹോം പർപ്പസിനുള്ള വേറെ കിറ്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടർ കിറ്റ്, ഒരു എന്ന രീതിയിൽ നമുക്ക് ഒന്നും അറിയില്ലാത്തവർക്ക് ജസ്റ്റ് ഒന്ന് മഷ്റൂം വളരുന്നത് കാണാത്ത പോലും ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയുള്ളതാണ് ഇത് സംഭവം. ജിത്തു ചേട്ടാ, ഇത് പിന്നെ നമുക്കിത് ഓർഡർ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ഇത് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ നമുക്ക് കൊറിയർ, ഓൾ ഇന്ത്യ കൊറിയർ നമുക്കുണ്ട്. ഇത് പോസ്റ്റലായിട്ട് വാട്സാപ്പിൽ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. ഇവിടെയും വരാനായിട്ട് പറ്റും. ഇത് പിറവത്ത് മാമലക്കവലയിലാണ് ഈ ഒരു ഫാം ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റ് വന്നാലും ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ വേറെ എങ്ങനെയാണ് കൊറിയർ, നമ്മൾ പോസ്റ്റലായിട്ടും കൊറിയറായിട്ടും നമ്മൾ ഓൾ ഇന്ത്യ അയക്കുന്നുണ്ട്. ഓൾ ഇന്ത്യ അയക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ വേറെ സ്റ്റേറ്റിൽ നിന്നാണെങ്കിൽ എങ്ങനെയാണ് അവർക്ക് അവിടെയും എങ്ങനെയാ എത്ര ദിവസം എടുക്കും അവിടെ? കേരളത്തിലാണെങ്കിൽ ഒരു 3 to 5 days. ഓൾ ഇന്ത്യ ആണെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 10 daysനുള്ളിൽ നമുക്ക് കിട്ടും. ഭയങ്കര റൂറൽ ഒന്നുമല്ലെങ്കിൽ 5 to 6 daysനുള്ളിൽ കിട്ടും. ഓക്കെ. അപ്പോൾ 5 to 6 days നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതായിരിക്കും ഓർഡർ ചെയ്യുവാണെങ്കിൽ. അതുപോലെ ഈ ഒരു മഷ്റൂം ഫാമിംഗ് ചെയ്യാനായിട്ട് ഈ ഒരു മഷ്റൂം ബെഡിൻ്റെ അകത്ത് മീഡിയം വേണം. ആ ഒരു മീഡിയത്തിലാണ് ഈ സീഡ്സ് ഇടുന്നത്. പക്ഷേ ഈ സിറ്റിയിലുള്ള ആൾക്കാർക്ക് കച്ചി കിട്ടാനും അല്ലെങ്കിൽ അറക്കപ്പൊടി കിട്ടാനും ഒന്നും പോസിബിലിറ്റി ഇല്ല. എന്നാൽ അത് ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ ലീനാസ് മഷ്റൂമിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾ ഏത് സിറ്റിക്കകത്താണെങ്കിലും താമസിക്കുന്ന അവൈലബിലിറ്റി ഇല്ലെങ്കിലും നിങ്ങൾക്കെല്ലാം ഒരു കിറ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഈ കിറ്റ് നമുക്ക് കാണാം. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് ജിത്തു ചേട്ടാ എന്തൊക്കെയാണ് ഇതൊന്ന് പറഞ്ഞു തരാമോ? ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്? മഷ്റൂം ഗ്രോ എന്താ പറയുക, നമുക്ക് സെൽഫ് സ്റ്റാർട്ട് കിറ്റാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് വേണ്ട സബ്സ്ട്രേറ്റ്, മഷ്റൂം വളരണമെങ്കിൽ അത് സബ്സ്ട്രേറ്റ് വേണം. നമ്മൾ വൈക്കോലല്ല അറക്കപ്പൊടി ചെയ്തുകൊണ്ടിരുന്നത്. അതിന് പകരം ഇതൊരു പാസ്ചറൈസ് ചെയ്തൊരു മീഡിയമാണ്. സോഡസ്റ്റ് തന്നെ പെല്ലറ്റൈസേഷൻ ചെയ്തേക്കണതാണ്. അപ്പോൾ ഇത് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇപ്പോൾ 2 പാക്കറ്റ് പെല്ലറ്റ്, 1 പാക്കറ്റ് വിത്ത്, അതിനുവേണ്ട പ്ലാസ്റ്റിക് കവർ, അതിനുവേണ്ട ടേപ്പ്, ഇതെല്ലാം കൂടെ ആയിട്ട് നമ്മളൊരു കിറ്റായിട്ട് നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ ഇതുപോലെ തന്നെ കൊറിയർ അയക്കുന്നുണ്ട്. ഓക്കെ. അപ്പം ഈ ഒരു പെല്ലറ്റാണ് നമ്മൾ അറക്കപ്പൊടി അല്ലെങ്കിൽ വൈക്കോലിൻ്റെ പകരം ബാഗിൻ്റെ അകത്ത് ഇടേണ്ട അല്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ അതിൻ്റെ അകത്ത് ഇടേണ്ട. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഇവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു വിത്ത്. ഇത് കൂണിൻ്റെ വിത്താണ്. ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഒരു ബാഗിൻ്റെ അകത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പ്രൊസീജിയർ നമുക്ക് ഒന്നുമില്ല. ഇതിൻ്റെ അകത്തൊരു 1.5 ലിറ്റർ വെള്ളം, ഹോട്ട് വാട്ടർ ഒഴിക്കുക. അത് വേണ്ടവർക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഇൻസ്ട്രക്ഷൻസും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു എന്താ പറയുക, ഒരു ചായ തിളപ്പിക്കാൻ എടുക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു ബാഗ് ചെയ്യാം. നമ്മൾ ടേബിൾ ടോപ്പിൽ തന്നെ ചെയ്യാം. അവനവൻ്റെ ആവശ്യത്തിന് നമുക്ക് വീട്ടിൽ നമുക്ക് സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെയ്യാനുള്ളൊരു നല്ല രീതിയിൽ നല്ലൊരു വോളിയം പ്രൊഡക്ഷൻ നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടും. പെല്ലറ്റിൽ നിന്ന് വന്ന കൂണാണ് ഈ ഒരു ബാഗിൻ്റെ അകത്തിട്ടിട്ട് നമുക്ക് ലഭിച്ച കൂണാണ് ഇത് കാണുന്നത്. ഓൺലൈനിൽ വിത്ത് ഓർഡർ ചെയ്യുമ്പോൾ ഇവിടെ അതിൻ്റെ ലാബും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാണ് അതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഈ ഒരു സ്ഥലത്തു നിന്നാണ്. ഇവിടെ ഇതെല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് ഓർഡേഴ്സ് എല്ലാം പോകാനായിട്ടുള്ളതാണ്. അതിനുവേണ്ടി പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ സ്പോൺ ലാബും ഇവിടെയുണ്ട്. നമ്മൾ ലീനാസ് മഷ്റൂമിൻ്റെ പ്രോഡക്ട്സും അതുപോലെ തന്നെ ഫാമൊക്കെ കണ്ടു. ഇനിയിപ്പോൾ ഇവിടെ കുറേ സർവീസസും ഇത് കൂടാതെ കുറേ സർവീസസും ലീനാസ് മഷ്റൂം പ്രൊവൈഡ് ചെയ്യുന്നു. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം.
നമ്മൾ മഷ്റൂം ഫാം ആണ് നമുക്ക് പ്രധാനമായിട്ട് നമ്മുടെ ഫ്രഷ് മഷ്റൂംസ് ആണ് നമ്മുടെ പ്രധാന പ്രോഡക്റ്റ്. അതുകൂടാതെ മഷ്റൂമിൻ്റെ പെല്ലറ്റ് കിറ്റ്സ്, റെഡി ടു ഗ്രോ ബാഗ്സ്, പിന്നെ ഫാമേഴ്സിന് വേണ്ട സ്പോൺ നമ്മൾ ഓൾ കേരള നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ പ്രൊഡക്ട്സ് ആയിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഒത്തിരി ഫാമേഴ്സിന് ഒരു ബിസിനസ്സായിട്ട് സ്കെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഫാം കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുത്ത് അത് കൺസൾട്ട് ചെയ്ത് നമ്മൾ ബിസിനസ്സാക്കി റൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഫുൾ കൺസൾട്ടൻസി. കാരണം വെച്ചാൽ ഒരു പറയുകയാണെങ്കിൽ തുടങ്ങുന്ന ആൾക്കാരിൽ ഒരു 95% നിർത്തി പോകുന്നൊരു കൃഷിയാണ് മഷ്റൂം ഫാമിങ്. പക്ഷേ നമ്മളൊരു 14 ഇയേഴ്സായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്കത് കൃത്യമായിട്ട് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യേണ്ടത് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അവരെ ഒരു ബിസിനസ്സാക്കി റൺ ചെയ്ത് കൊടുക്കാനുള്ളൊരു കപ്പാസിറ്റി നമുക്കുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഒത്തിരി ഫാം കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. വളരെ സക്സസ്ഫുൾ ആയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫുൾ ഫാം കൺസൾട്ടൻസി നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ ജിത്തു ചേട്ടാ, പിന്നെ ഇവിടെ നമുക്ക് ക്ലാസ്സസും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ട്രെയിനിങ് ഉണ്ട്, ക്ലാസ്സസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്? അത് പാർക്കിൽ ഒന്ന് പഠിക്കാനുണ്ട് ഇതിനെക്കുറിച്ച്. ഫാമേഴ്സിൻ്റെ കീഴിൽ നമ്മൾ ട്രെയിനിങ്ങുകൾ എടുക്കുന്നുണ്ട്. ഓൺലൈനാണ്. അല്ലാതെ നമ്മൾ നമ്മുടെ തന്നെ പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മൾ ഓൺലൈൻ ട്രെയിനിങ്ങാണ് കൊടുക്കുന്നത്. അടുത്തൊരു കൊമേഴ്ഷ്യൽ ഫാം ആയതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ്റെ പ്രോബ്ലം അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെപ്പോഴത്തേക്ക് നമ്മൾ ഓൺലൈൻ അത് കഴിഞ്ഞിട്ട് ഒരു നമ്മൾ ഫുൾ കൺസൾട്ടൻസി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേ നമ്മളിവിടെ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്ങുകളും ഫുൾ ട്രെയിനിങ്ങിലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലിമിറ്റഡ് എൻട്രി മാത്രമേ ഉള്ളൂ. അല്ല നോർമൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആൾക്കാർക്ക് നമ്മൾ ഓൺലൈൻ ട്രെയിനിങ് ആണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് കൊടുക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പം ഇതിന് എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഒരു ട്രെയിനിങ് വേണം? അപ്പോൾ അതെങ്ങനെയാണ് ബുക്ക് ചെയ്യുക? അതെങ്ങനെയാണ് നേരത്തെ അത് വാട്സപ്പിൽ വിളിക്കുക അല്ലെങ്കിൽ ഫോണിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസിലൊക്കെ നമുക്ക്. അപ്പോൾ അങ്ങനത്തെ ട്രെയിനിങ്ങും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കൊടുത്തേക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു ബിസിനസ്സാണ്. നിങ്ങൾക്ക് വീട്ടിൽ ഈ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും നമുക്കൊരു ബിഗ് സ്കെയിലിൽ ഇത് എന്നാ പറയുന്നത് വലിയൊരു ഫാം ഇട്ട് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ ജിത്തു ചേട്ടൻ തന്നെ ഓൾമോസ്റ്റ് ഒരു 14-15 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു ഏരിയയിൽ. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ എക്സ്പീരിമെൻ്റൽ ട്രയൽ ആൻഡ് എറർ ബേസിസിലാണ് ഈ ഒരു കാര്യങ്ങൾ ഇത്രയും പഠിച്ചെടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഈ ഒരു ബിസിനസ് തുടങ്ങാവുന്നതാണ്. കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയാണ്. പക്ഷേ കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. അതിവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടും. ഈ ജിത്തു ചേട്ടാ ഒരു കാര്യം കൂടെ, ഇപ്പം നമുക്ക് ഒരു ഫാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് എങ്ങനെയായിരിക്കും, ആ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും, ബെനിഫിറ്റ് എങ്ങനെയായിരിക്കും നമുക്കുണ്ടാവുക? ബേസിക്കലി മഷ്റൂം അത്യാവശ്യം നല്ല ഹൈ വാല്യൂ ക്രോപ്പാണ്. പറഞ്ഞത് ഒരു 400 രൂപ ഒരു 500 രൂപ വരെ കിലോയ്ക്ക് ഇപ്പോൾ വിലയുണ്ട്. മാർക്കറ്റ് ആണെങ്കിൽ പോലും എല്ലാവരും മാർക്കറ്റിൽ കൺഫ്യൂഷൻ പറയാറുണ്ട്. ഞാൻ പറയുന്നത് റെഗുലറായിട്ട് നല്ല ക്വാളിറ്റി മഷ്റൂം നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് തന്നെ ഒരു ലോക്കൽ നമ്മുടെ തന്നെ ലോക്കൽ മാർക്കറ്റിൽ നമുക്ക് പുഷ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എല്ലാ പഞ്ചായത്തുകളും കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും നല്ല മാർക്കറ്റ് തന്നെയുണ്ട്. എത്ര റൂറൽ ആണെങ്കിലും എത്ര സിറ്റി ആണെങ്കിലും നമുക്കൊരു മാർക്കറ്റ് ഉണ്ട്. പക്ഷേ അത് കൃത്യമായിട്ട് അവിടെ എത്തിക്കുക, നല്ല ക്വാളിറ്റി ഭക്ഷണം റെഗുലറായിട്ട് കൊടുക്കുക. പക്ഷേ ഇനീഷ്യലി ഇതിൻ്റെ കോസ്റ്റ് വെച്ച് ആദ്യം നമ്മൾ മഷ്റൂം ഫാമിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും എത്ര വേണം എന്ന് ചോദിക്കണം. ശരിക്കും പറഞ്ഞാൽ ക്യാഷ് അല്ല ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, ടൈമാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ ഇനീഷ്യലി പഠിക്കാൻ കൊടുക്കുന്ന സമയം നല്ല രീതിയിൽ കൊടുത്ത് പഠിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കൊടുക്കും. എന്നുവെച്ചാൽ വളരെ ഒരു സെൻറ്റ് സ്ഥലത്ത് നിന്ന് തന്നെ നമുക്കൊരു 50,000 രൂപ വരെ നമുക്ക് ഒരു മാസം പ്രോഫിറ്റ്. ഓക്കെ. അപ്പം ജിത്തു ചേട്ടാ, അപ്പം അങ്ങനെയാണെങ്കിൽ എത്ര ഒരു സെൻറ്റ് സ്ഥലത്ത് ആണെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ ബഡ്ജറ്റ് വേണമായിരിക്കും ആ ഒരു സെൻറ്റോ അല്ലെങ്കിൽ 2 സെൻറ്റോ പ്ലോട്ടിൽ നമുക്ക് ചെയ്യണമെങ്കിൽ? നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഫാമുകളുടെ പറയാം, അതൊരു 500 സ്ക്വയർ ഫീറ്റിലാണ് ചെയ്യുന്നത്. അതൊരു 6 ലക്ഷം രൂപ ഒരു ഇൻവെസ്റ്റ്മെന്റ് വരും. ആ ഒരു 6 lakh ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തുള്ള ഒരു മാസം എത്ര രൂപയുടെ പ്രൊഡക്ഷൻ നമുക്ക് സാധിക്കും? 1 lakh rupees വർഷം വരെ നമുക്ക് ഏകദേശം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ മാനേജ്മെൻറ്റ് പോലെ ഇരിക്കും. എന്നാലും ഒരു 40,000 to 60,000 rupees നമുക്കൊരു മാസം നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും, പ്രോഫിറ്റായിട്ട് ഏൺ ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ കൃത്യമായിട്ട് കൃഷി പഠിക്കുക, അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് വളരെ ചുമ്മാ പാർട്ട് ടൈം പോലെ ഹോബി പോലെ ചെയ്താൽ ഒന്നും കിട്ടുന്നല്ല. വളരെ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു പ്രൊഫഷണൽ രീതി ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ചെയ്യാൻ പറ്റിയൊരു ബിസിനസ്സാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെയധികം പഠിക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് അറിയാനും പഠിക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. ലീനാസ് മഷ്റൂമിൽ ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ ഇതൊക്കെയാണ് ജിത്തു ചേട്ടൻ്റെ ലീനാസ് മഷ്റൂം ഫാമിൻ്റെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ടും ചെയ്യണേ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.